സത്യാന്വേഷികൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് അപ്രതീക്ഷിതമായ ട്വിസ്റ്റാണ് ഇന്നലെ ഉണ്ടായത്. ഇന്നലെ 3 മണിക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാനിരിക്കുമ്പോഴാണ് ഈ വമ്പൻ ട്വിസ്റ്റ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നത് ഒരാഴ്ചത്തേക്ക് തടഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ഈ സ്റ്റേ. അടിയന്തര ഇടപെടലാണ് ഇന്നലെ ഉണ്ടായിരിക്കുന്നത്. കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്താണെന്ന് കാത്തിരിക്കുന്ന ജനങ്ങൾക്ക് മുൻപിലേക്കാണ് ഈ സ്റ്റേ വാർത്ത എത്തിയത്. നിർമ്മാതാവാണെന്ന് പറയുന്ന സജിമോൻ പാറയിലാണ് ഇത്തരത്തിലുള്ള സ്റ്റേ അപേക്ഷ നൽകിയത്. എന്നാൽ സജിമോനെ പൂർണ്ണമായും തള്ളിയിരിക്കുകയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. സജിമോൻ പാറയിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ മെമ്പർ അല്ല എന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ഡി രാകേഷ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഈ വിഷയത്തിൽ അവർക്ക് പ്രത്യേകമായിട്ട് ഒരു അഭിപ്രായമോ എതിർപ്പോ ഒന്നും തന്നെയില്ല. ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ഇവർ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ഇല്ലത്രേ. എല്ലാ മേഖലയിലും ഉള്ള പോലെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ് ഇവിടെയും ഉള്ളുവെന്ന്. പക്ഷെ എന്തോ എല്ലാവർക്കും പേടിയാണ്. സജിമോന്റെ ഹർജിയിൽ പറയുന്നത് റിപ്പോർട്ട് പുറത്തു വരരുത് എന്നാണ്. ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ ഒരുപാട് പേരുടെ സ്വകാര്യതയെ ഇത് ബാധിക്കുമത്രേ. എന്നാൽ ഇതിനു മുൻപും ഇത്തരം ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ ആളുകളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന കാര്യങ്ങൾ റിപ്പോർട്ടിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. 62 വിവാദ പേജുകളാണ് ഈ നിർദ്ദേശത്തെ കരുതി ഒഴിവാക്കിയിരുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആവശ്യപ്പെട്ട് വിവരാവകാശ കമ്മീഷനെ സമീപിച്ച് 5 പേർക്കായിട്ടാണ് ഇന്നലെ റിപ്പോർട്ട് നൽകാമെന്ന് പറഞ്ഞിരുന്നത്. സാംസ്കാരിക വകുപ്പ് റിപ്പോർട്ട് കൈമാറ്റം ചെയ്യുന്നതിന് വിസമ്മതിച്ചിരുന്നു. സ്വകാര്യ കാര്യങ്ങൾ ഒഴിച്ചുള്ള കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ വരാനിരുന്നത്. ഇനി കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം കോടതി ഹർജി കേട്ട് തീരുമാനം എടുക്കുന്നത് വരെ ഈ റിപ്പോർട്ട് പുറത്തു വരില്ല. 2018 മെയ്യിലായിരുന്നു ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് ഹേമ കമ്മീഷനെ നിയോഗിച്ചത്. ഹേമ കമ്മീഷന്റെ നാൾ വഴികൾ ഇങ്ങനെയായിരുന്നു. 2017 ഫെബ്രുവരി 17 പ്രശസ്ത മലയാളം നടി ആക്രമിക്കപ്പെട്ടു. തുടർന്ന് കനത്ത പ്രതിഷേധങ്ങളാണ് സമൂഹത്തിന്റെ പല തട്ടുകളിൽ നിന്നും ഉയർന്നു വന്നത്. ഈ വിമർശനങ്ങളെയും പ്രതിഷേധങ്ങളെയും തുടർന്ന് 2017 ജൂലൈ 1 സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് ജസ്റ്റിസ് ഹേമ കമ്മീഷനെ നിയമിച്ചു. 2017 നവംബർ 1 സിനിമാ മേഖലയിലെ സ്ത്രീ വിവേചനങ്ങളെ തുറന്നു കാണിച്ചുകൊണ്ട് അമ്മ സംഘടന ഈ വിഷയത്തിൽ എടുക്കുന്ന അനാസ്ഥയും കാണിച്ചുകൊണ്ട് WCC രൂപവൽക്കരിച്ചു. 2019 ഡിസംബർ 31 മുഖ്യമന്ത്രിക്ക് ഹേമ കമ്മീഷൻ തന്റെ റിപ്പോർട്ട് സമർപ്പിച്ചു. എന്നാൽ ഈ റിപ്പോർട്ട് പല കാരണങ്ങളാൽ പുറത്തു വന്നിരുന്നില്ല. 2024 ജൂലൈ 6 സ്വകാര്യ വിവരങ്ങൾ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ മറച്ച് റിപ്പോർട്ട് പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവുണ്ടായിരുന്നു. 1 കോടി രൂപയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനായി ചിലവാക്കിയിരുന്നത്. 1-2 വർഷങ്ങളല്ല, 3 വർഷങ്ങളാണ് പല കാര്യങ്ങളും പറഞ്ഞ് ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചിരുന്നത്. സിനിമാ മേഖലയിലെ പ്രശസ്തയായിട്ടുള്ള വ്യക്തി ഭാഗ്യലക്ഷ്മി ഇതിനോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്: സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇങ്ങനെ ഒരു നീക്കം അത്ഭുതമൊന്നും ഉണ്ടാക്കുന്നില്ല, ഇത് പ്രതീക്ഷിച്ചതാണ്. റിപ്പോർട്ടിൽ പലരും ഭയപ്പെടുന്ന കാര്യങ്ങളാണുള്ളത്. അതുകൊണ്ടാണ് ആരുടെയും പേരോ സ്വകാര്യ വിവരങ്ങളോ വെളിപ്പെടുത്തില്ല എന്ന് അറിഞ്ഞിട്ടും ഇങ്ങനെ ഒരു നീക്കം. ഇവരുടെ ഈ ഭയം തന്നെ ഈ പ്രശ്നത്തിന്റെ തീവ്രതയ്ക്കുള്ള ഒരു തെളിവാണ്. ഇനി ഒരാഴ്ചയ്ക്ക് ശേഷം ഈ കേസ് എന്താകുമെന്നും എങ്ങനെയാകുമെന്നും നമുക്ക് കണ്ടറിയാം.